ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. നമസ്കാരം. കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുന്നു ഗൈസ്. വേറെ ഒന്നല്ല കേട്ടോ, പനിച്ച് വിറച്ച് നമ്മളെല്ലാവരും കർക്കിടക മാസത്തിൽ മൊത്തത്തിൽ കിടന്നുപോയി ഗൈസ്. അപ്പോൾ അവള് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഏതായാലും വന്നതാണല്ലോ, വന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യണമല്ലോ. എന്നെ സംബന്ധിച്ച് കുറേ നാളായിട്ട് ഞാനിങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സാധനം ഞാൻ എന്ത് വാങ്ങി ഗൈസ്. ഇത് കണ്ടോ, പൊടി. പൊടി ഇങ്ങനെ പിന്നിട്ട് എന്തിനാണെന്നറിയോ, നല്ല ഇങ്ങനെ ചുരുണ്ട മാതിരി ഇരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനിതാക്കിയതാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അപ്പോൾ കുറേ നാളായിട്ട് ഞാനിങ്ങനെ വാങ്ങിക്കണം, എനിക്കത് വേണം, കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. കുറേ നാളായിട്ട് കാർട്ടിൽ ഇങ്ങനെ ഇട്ടിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഞാനതിപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വേറെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ അങ്ങനെ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പം നമ്മൾ ഇതാണ് നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ള സാധനം. ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. നല്ലൊരു അടിപൊളി പാക്കേജിങ്ങിലാണ് കേട്ടോ. ആദ്യമേ ഞാൻ പറയാം, എനിക്ക് ആദ്യമായിട്ടാണ് മീഷോന്ന് നമ്മൾ വാങ്ങിയത്. മീഷോന്ന് നല്ലൊരു പാക്കേജിങ്ങിൽ, നല്ല വൃത്തിയില്ല, എന്താ പറയുക, നല്ലൊരു അടിപൊളിയായിട്ടുള്ള പാക്കേജിങ്ങിൽ വന്നിട്ടുള്ള ഒരു കൊറിയറാണ് കേട്ടോ ഇത്. ഓക്കെ, നല്ലൊരു ബോക്സിലാണ്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, എടുക്കട്ടെ. ഗൈസ്, ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഇതൊരു ഹെയർ ഡ്രയർ ആണ്, എല്ലാവർക്കും അറിയാലോ അല്ലേ. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഏത് കളറാണ് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണോ അതോ ബാക്കിലുള്ള പിങ്ക് ആണോ എന്ന് എനിക്കറിയണ്ട. എനിക്ക് ഓൾറെഡി അറിയാം, ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. പിങ്ക് ആണോ അല്ലെങ്കിൽ ബ്ലാക്ക് ആണോ നമുക്ക് നോക്കിയാലോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിവിടെ നെക്സ്റ്റ് നോവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇത് മീഷോയിലൊക്കെ നല്ല അടിപൊളി റേറ്റിങ്ങിലുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഇതിൻ്റെ 1800 വാട്ടിൻ്റെതാണ് ഈ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ നോവ എന്ന് പറയുന്നത് ഫാഷൻ ക്വാളിറ്റി മേക്ക് യുവർ ബ്യൂട്ടി കം ടു ലൈഫ് സിൻസ് ആൻഡ് ടെക്നോളജി ഫോർ ബ്യൂട്ടിഫുൾ ഹെയർ, അങ്ങനെയൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ ഭാഷയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വായിച്ചുതരാം. 3 ടെമ്പറേച്ചർ സെറ്റിങ്സ് ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ 2 സ്പീഡ് സെറ്റിങ്സ് ഉണ്ട്. കൂളും അതേപോലെ തന്നെ കൂൾ ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ നമുക്കിത് കിട്ടും. പ്രൊഫഷണൽ ഫിംഗർ ഡിഫ്യൂസർ ആൻഡ് സ്റ്റൈലിഷ് നോസിൽ ഇതിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നെ എയർ ഇൻടേക്ക് ഫിൽറ്റർ, ഹാൻഡിങ് ലൂപ്പ്, പവർ സപ്ലൈ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ക്ലോസപ്പ് ആയിട്ടുള്ളൊരു വീഡിയോ കൊടുക്കാം കേട്ടോ, ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. പിന്നെ ആ സെയിം സാധനം തന്നെ വേറെ ഭാഷയിൽ താഴേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെന്താ, മെയ്ഡ് ഇൻ PRC എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ കളറ് എന്താന്ന് നോക്കാം. ഓക്കെ, വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, വെയ്റ്റ്ലെസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അവരിതിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു സ്റ്റൈലിഷ് നോസിൽ സംഭവം എക്സ്ട്രാ ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ റൗണ്ടായിട്ട് വരുന്നത്. ഓക്കെ, അതാണ്. അപ്പോൾ കണ്ടോ,
അപ്പോൾ ബ്ലാക്ക് കളറിലുള്ള ഒരു ഡ്രയറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗൈസ്. കേട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോവ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മീഷോയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റേറ്റിലുള്ള 5 സ്റ്റാർ അതേപോലെ 4 അങ്ങനെ എന്തോ റേറ്റിംഗ് വരുന്ന ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ബ്ലാക്ക് കളറാണ് വരുന്നത്. ഇതേപോലൊരു സംഭവമുണ്ട്. നമുക്കിത് ഞാൻ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, എൻ്റെ ഒരു ഹെയർ, ഈ കാണുന്ന ഹെയറിൽ, ഈ ഹെയറിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ? ഇത് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങാൻ ഭയങ്കര പാടാണ്. പാടെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് നമ്മളിങ്ങനെ, നിങ്ങൾ തന്നെ ചിലപ്പോൾ നമ്മളെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും, വെയിലിലെ നല്ല നട്ടപ്പൊരു വെയിലത്ത് പോയി നിൽക്കല്ല, വെയിലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ മുടി ഉണങ്ങുള്ളൂ. അല്ലാത്ത ടൈം മൊത്തം ആ ഒരു നനവ് അങ്ങനെ ഉണ്ടാവും. പിന്നെ നമുക്ക് മുടി കെട്ടി വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഉണങ്ങാത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയമാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. വീക്കിലി 2 times ആണ് ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹെയർ വാഷ് ചെയ്ത ആ ദിവസം ചിലപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുടി കെട്ടി വെക്കുമല്ലോ, മുടി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഇങ്ങനെ പറ്റി നിൽക്കും. അതായത് ആ ഒരു നനവ് ഉണ്ടാവും, ആ ഒരു ഈർപ്പത്തോട് കൂടിയിട്ട് നമ്മൾ കെട്ടി വെക്കുമ്പോൾ ഹെയർ ഡാമേജ് ആവുകയും ചെയ്യും. പിന്നെ അത് അഴിക്കുന്ന സമയത്ത് ഒരു സ്മെല്ലുണ്ടാവും, ഒരു ഡേർട്ടി സ്മെല്ലാണ് അങ്ങനെ. അപ്പോൾ ഈ താരനും അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സമയങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ വളരെയധികം നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ആക്ച്വലി ഞാൻ ഇതിനിപ്പോൾ നമുക്കൊരു വീഡിയോ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാനത് യൂസ് ചെയ്യാം. എന്തായാലും ഞാൻ യൂസ് ചെയ്യും. കാരണം മുടി ഉണങ്ങാൻ ഇത്തിരി പാടില്ല. കാരണം പിന്നെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ബേസിസിൽ നിങ്ങളിത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ 2 മോഡ് വരുന്നുണ്ട്. ഒരു ഹോട്ടായിട്ടുള്ളത് വരുന്നുണ്ട്, പിന്നെ ഒരു കൂളായിട്ടുള്ളത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്യും. ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഈവൻ വളരെയധികം ഉപകാരപ്പെട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായല്ലോ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ സാധനമായിട്ട് വരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, സബ്സ്ക്രൈബും ലൈക്കും മാത്രമല്ല കേട്ടോ, പുതിയൊരാൾ കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗത്ത് നിന്ന്.
ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഹൈപ്പും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കമൻറ്റ് സെക്ഷൻ ഇല്ലേ, അതിൻ്റെ അവിടെയാണ് ആ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഹൈപ്പ് എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.